ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച പ്രത്യേക ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. ഭീകരവാദത്തോട് ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇനിയും പ്രകോപനമുണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യസഭയിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ആരോപിച്ച് പ്രതിപക്ഷം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ ഒരു വർഷം. പുത്തുമലയിൽ നാളെ സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രളയ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് ഡിആർഡിഒ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് ത്രിദിന സന്ദർശനത്തിന് നാളെ തുടക്കം. നാളെ പശ്ചിമബംഗാളിലെ കല്യാണിയിലുള്ള എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ ഝാർഖണ്ഡിലെ ദിയോഘറിൽ നടക്കുന്ന എയിംസിന്റെ ബിരുദദാന ചടങ്ങിലും വെള്ളിയാഴ്ച ധൻബാദ് ഐഐടിയുടെ 45ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച പ്രത്യേക ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. ഭീകരവാദത്തോട് ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞു. 140 കോടി ഇന്ത്യക്കാരുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ഐക്യത്തിന്റെയും വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ അറിയാമായിരുന്നു. എന്നിട്ടും ഇന്ത്യയ്ക്കെതിരെ യാതൊന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ലെന്നും അതാണ് ഇന്ത്യയുടെ ശക്തിയെന്നും അദ്ദേഹം പറഞ്ഞു. हमले के बाद मास्टरमाइंड को नींद नहीं आती. उनको पता है कि भारत आएगा और मार के जाएगा. ये न्यू नॉर्मल भारत ने सेट कर दुनिया ने देख लिया कि हमारी कार्यवाही का दायरा कितना बड़ा है, स्केल कितना बड़ा. सिंदूर से लेकर के सिंधु तक पाकिस्तान पर कार्रवाई की है. ऑपरेशन सिंदूर ने तय कर दिया कि भारत में आतंकी हमले की उसके आकाओं को और पाकिस्तान को भारी कीमत चुकानी पड़ेगी. രാജ്യത്തെ പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരതിന്റെ കരുത്ത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം മുഴുവൻ കണ്ടുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ തകർക്കുകയും ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാ നയമാണ് ഇന്ത്യയ്ക്കുള്ളത് എന്നുമുള്ള സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യമിട്ടതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യസഭയിൽ വ്യക്തമാക്കി. इस ऑपरेशन का मकसद आतंकी ठिकानों को तबाह करना था और ये साफ संदेश देना था कि भारत आतंकवाद के खिलाफ जीरो टॉलरेंस रखता है. ऑपरेशन सिंदूर का ओवरऑल पॉलिटिको मिलिट्री ऑब्जेक्टिव यह था कि आतंकवाद के रूप में प्रॉक्सी वार लड़ रहे पाकिस्तान को सजा दी जाए. ഭാവിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കാൻ ഇന്ത്യ മടിക്കില്ലെന്നും ശ്രീ സിംഗ് പറഞ്ഞു. ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ 3 ഭീകരരെ ഇന്ത്യൻ സേനയും സിആർപിഎഫും ജമ്മു പോലീസും ചേർന്ന് ഇന്നലെ വധിച്ചതായി ലോക്സഭയിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സുലൈമാൻ ഷാ, ജിബ്രാൻ, ഹംസ അഫ്ഗാനി എന്നിവരെയാണ് വധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സുരക്ഷാ വീഴ്ച പൌരന്മാരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്നതിന് തെളിവാണ് പഹൽഗാം എന്ന് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സേനകളുടെ പ്രവർത്തനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപലപിച്ചു. പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ നടപടികളെ പ്രതിപക്ഷം എക്കാലത്തും പിന്തുണച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. Every single person in this house condemned Pakistan. The moment Operation Sindoor began, in fact even before it began, the opposition committed itself, all the parties, that we will stand like a rock with the forces and with the elected government of India. And we are very proud that as an opposition, we stood united as we should have. മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം അടുത്ത മാസം 13 മുതൽ 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിനുള്ള പ്രമേയം പരിഗണിക്കുന്നതിന് സമയം അനുവദിച്ചതായി രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ സഭയെ അറിയിച്ചു. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിക്കും. മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് രാജിവച്ചതിനെ തുടർന്ന് ഈ വർഷം ഫെബ്രുവരി 13 മുതലാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്.
രാജ്യത്തെ കയറ്റുമതി മേഖല ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആഗോള മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നിരവധി നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. വിപണന മേഖല വ്യാപിപ്പിക്കുന്നതിനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ചർച്ച പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ സഹമന്ത്രി ജിതിൻ പ്രസാദ് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ എക്സ് ഹാൻഡിലും ലഭ്യമാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ 1 വയസ്സ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 2 ഗ്രാമങ്ങളെ ഒന്നാകെ തുടച്ചു നീക്കിയ മഹാദുരന്തമുണ്ടായത് കഴിഞ്ഞ ജൂലൈ 30-നാണ്. അതിജീവിതർക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന മാതൃകാ ടൌൺഷിപ്പിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. കാണാതായ 32 പേർ ഉൾപ്പെടെ 298 പേർ ദുരന്തത്തിൽ മരണമടഞ്ഞതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഉരുൾപൊട്ടൽ ബാക്കിവച്ച വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് നടുവിലും അതിജീവനത്തിന്റെ പാതയിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. കേരളത്തിൽ നടക്കിയ മഹാദുരന്തത്തിന് 1 വർഷം പൂർത്തിയാകുമ്പോൾ പുത്തുമലയിൽ നാളെ സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും നടക്കും. രാജ്യത്തെ സ്കൂളുകളുടെ പരിവർത്തനത്തോടൊപ്പം പാഠ്യപദ്ധതി പരിഷ്കരണവും ലക്ഷ്യമിട്ടാണ് 5 വർഷം മുൻപ് ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത്. പാഠപുസ്തകങ്ങളെയും ഓർമ്മശക്തിയെയും പരീക്ഷയിൽ നേടിയ മാർക്കിനെയും മാത്രം ആശ്രയിക്കാത്ത വിധത്തിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്കൂൾ തലം മുതൽ നൈപുണ്യ വികസനം സാധ്യമായാൽ മാത്രമേ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂവെന്നും അധ്യാപകർക്കുള്ള പരിശീലനം നിർണായകമാണെന്നും കേരള കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നൈപുണ്യരംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈ ലെവൽ മാത്രമല്ല, സ്കൂൾ ലെവലിൽ പോലും സ്കില്ല് വേണം. നൈപുണ്യം അടിസ്ഥാനത്തിലുള്ള പുതിയ പ്രോഡക്റ്റുകൾ വരികയാണ്. ഇത് കണക്കാക്കിയുള്ള വിദ്യാഭ്യാസം കൂടി നമ്മുടെ രംഗത്തുണ്ടായാൽ മാത്രമേ എംപ്ലോയബിലിറ്റി ഉണ്ടാവൂ. അധ്യാപകർക്ക് പരിശീലനം വേണം, അവർക്ക് എക്സ്പോഷർ വേണം, സിലബസിൽ കാതലായ മാറ്റങ്ങൾ വരണം. ഈ തലത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് രാജ്യത്തിനകത്ത് തൊഴിലവസരം വർദ്ധിക്കും, ലോകത്തിലെ തൊഴിൽ സപ്ലൈക്ക് നമുക്ക് പറ്റും. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ചൈനയാണ് 1-ാം സ്ഥാനത്ത്. അമേരിക്ക 3-ാം സ്ഥാനത്തേ ഉള്ളൂ, ഇന്ത്യ 2-ാം സ്ഥാനത്താണ്. ലോകോത്തര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ചട്ടക്കൂടാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ നടന്ന അഖില ഭാരതീയ ശിക്ഷാ സമാഗമം 2025ന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗമായി ദേശീയ വിദ്യാഭ്യാസ നയം മാറിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രളയ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് DRDO. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഇന്നലെയും ഇന്നുമായിട്ടായിരുന്നു പരീക്ഷണം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സോളിഡ് പ്രൊപ്പല്ലന്റ് ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെയും ഇന്ത്യൻ സേനകളെയും അഭിനന്ദിച്ചു. ISROയുടെയും നാസയുടെയും സംയുക്ത ദൌത്യമായ നിസാർ ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള കൌണ്ട് ഡൌൺ പുരോഗമിക്കുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും നാളെ വൈകുന്നേരം 5:40-നാണ് വിക്ഷേപണം. കരയിലും മഞ്ഞുപാളികളിലുമുള്ള മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യുക, പ്രകൃതി ദുരന്തങ്ങൾ കണ്ടെത്തുക തുടങ്ങിയവയാണ് ഈ ഭൌമ നിരീക്ഷണ ദൌത്യത്തിന്റെ ലക്ഷ്യം. ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ഉപഗ്രഹ ദൌത്യമാണ് നിസാർ. 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച PM ഏകതാ മാൾ സ്ഥാപിക്കുന്നതിന് രാജ്യത്തെ 27 സംസ്ഥാനങ്ങൾക്കുമായി 5000 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് 120 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഒരു ജില്ല ഒരു ഉൽപ്പന്നം, ഭൂമിശാസ്ത്ര സൂചിക ഉൽപ്പന്നങ്ങൾ, കരകൌശല വസ്തുക്കൾ എന്നിവയുടെ പ്രചാരണവും വിൽപ്പനയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ കേരളത്തിൽ നിന്നുള്ള MPമാരടക്കമുള്ള 5-അംഗ സംഘം ദുർഗ് ജില്ലയിൽ ഇന്ന് സന്ദർശിച്ചു. ബെന്നി ബെഹനാൻ, NK പ്രേമചന്ദ്രൻ തുടങ്ങിയ UDF MPമാരും കന്യാസ്ത്രീയുടെ ബന്ധുവുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. കന്യാസ്ത്രീകൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും വിഷയം നാളെ പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും MPമാർ പറഞ്ഞു. ഛത്തീസ്ഗഡ് സംഭവത്തിൽ നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്നും കന്യാസ്ത്രീമാർക്ക് നേരെ ഉണ്ടായ ആരോപണം ശരിയല്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച പ്രത്യേക ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. ഭീകരവാദത്തോട് ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇനിയും പ്രകോപനമുണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യസഭയിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ആരോപിച്ച് പ്രതിപക്ഷം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ 1 വർഷം. പുത്തുമലയിൽ നാളെ സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രളയ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച DRDO. വാർത്തകൾ കഴിഞ്ഞു.